ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് UDF-നെ സ്വാധീനിക്കാൻ പോകുന്നുള്ള കാര്യമാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഇതിന്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും LDF-ന്? ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ഈ രീതികളിൽ വരുവാണെന്ന് എങ്ങനെയായിരിക്കും LDF-ന്? നിലവിൽ 30% സ്ഥാനങ്ങൾ SRS ശ്രീ ഉറവു വിജയൻ നിലവിൽ 30% സ്ഥാനങ്ങൾ മാത്രമാണ് LDF-നുള്ളത്. 30-ൽ താഴെ വന്നാൽ അരുവിക്കര എഫക്ട് സിൻഡ്രം തറക്കൂലല്ലോ, ഉണ്ടോ? ഓക്കെ, അല്ല വന്നാൽ ഒരു പ്രോബബിലിറ്റിയാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഈ വന്നാലിട്ടിരിക്കുന്നത്, ഞാൻ എല്ലാവർക്കും ഇട്ടിരിക്കുകയാണ്. 40%-നും 50%-നും ഇടയിലാണെങ്കിൽ പറഞ്ഞു നിൽക്കാം. SRS പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? പറയാനുണ്ടായിരിക്കണം ഇവിടെ വന്നിട്ട്. ഉണ്ടാവും. 50%-ൽ വന്നാൽ മുന്നണി ശാക്തീകരണം സാധ്യമായി എന്ന് പറയാം. ശതമാനമാണെങ്കിൽ അനുകൂല തരംഗമെന്ന് പറയാം. ഉണ്ണിത്താൻ, ഇതിലെവിടെയാണ് താങ്കൾ ഒന്ന് കുത്താൻ പോകുന്നത്? ഇതിലെ ഒരു 40% വരാം. 40, 10% UDF-ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ UDF-ന് 60-ആയി, ഇപ്പൊ LDF-ന് 40-ആയി. ഉണ്ണിത്താന്റെ കണക്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. അല്ല 60-40 എടുത്തു. ഉണ്ണിത്താനെ എവിടെയെങ്കിലും കോട്ടയിൽ നിന്ന് കൊടുക്കും. അതല്ലേ ഞാൻ പറഞ്ഞു, 40 വേണോ 60 വേണോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ 6 സീറ്റാണ് കോർപ്പറേഷൻ BJP ഉള്ളത്. എനിക്ക് ചിരിച്ചിട്ടുണ്ട്. 6 സീറ്റ് ഇത്തവണ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിരിക്കുക. ഈ രാത്രി നേരം നേരം വെളുക്കുമ്പോൾ നാളെ കുമാരനെ കാണുമല്ലോ. ഇരുട്ടി വെളുത്താൽ നമ്മൾ ഒരു സെക്കൻഡ്, ഒരു പന്തായുണ്ട് ഉണ്ണിത്താൻ ഈ 6 വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ. ഏത് 6 വർദ്ധിപ്പിക്കണേ? എല്ലാ സീറ്റിലും രാജഗോപാൽ മത്സരിക്കണം. അതിപ്പോ പുള്ളി മത്സരിക്കുന്നില്ലല്ലോ. പക്ഷെ ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോകസഭയിൽ ആ കണക്കെടുത്ത് കഴിഞ്ഞാൽ 60 വാർഡുകളിൽ 100-ൽ 60 കോർപ്പറേഷന്റെ ഭരണം BJP-ക്ക് ഇത്തവണ വോട്ടിക്കുകയാണെങ്കിൽ അല്ലേ? അല്ല ഒരു കാര്യം, അല്ല കുമാറിന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് ഇവിടെ കുളുക്കിക്കൊണ്ടിരിക്കുക പറയും. എന്താ കാരണം വെച്ചാൽ കുമാർ വളരെ ദയനീയമായ ഒരു ചോദ്യം ചോദിച്ചു. 60 നിങ്ങളും എടുത്തു, 40 അവർക്ക് കൊടുത്തു. മുരളീധരനാണെങ്കിൽ 19,000 സീറ്റിലെ ആൾക്കാരെ നിർത്തി. ഒരു സാങ്കല്പിക ചർച്ചയാണ്. താങ്കൾ ഈ പറഞ്ഞ മലപ്പുറത്ത് കൈകാര്യം റിബലെ നിർത്തി മത്സരിപ്പിക്കുകയാണോ? ഉള്ള കാര്യം പറ. അവർക്ക് ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ 4000 വാർഡിലാണ് BJP മത്സരിച്ചത്. ഇത്തവണ 18,000 വാർഡിൽ മത്സരിക്കും. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് കണക്കാക്കുന്നത് ടോട്ടൽ വോട്ട്സ് പോൾഡ് കേരളത്തിൽ. അതിൽ ഓരോ പെർസെൻറ്റേജ് സീറ്റുകൾ. ഓക്കെ, ഇതാണ് അടുത്തത് BJP-നെ എങ്ങനെ സ്വാധീനിക്കും അത് നോക്കല്ലോ. കുമാറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കുമാറിൻ്റെ കൂടെ ഞാനേ ഉണ്ടാവുള്ളൂ അവസരം, നോക്കിയുള്ളൂ. കഴിഞ്ഞ തവണ 7,874 സീറ്റുകളിൽ ജയിച്ചത് 500-നും 600-നിടയിലാണ്. അതായത് കുറേ 480 ഉണ്ട്, 520 ഉണ്ട്, കുറേ. പിന്നെ വേറൊരു കാര്യം, കുമാർ പറയാൻ മടിക്കുന്നൊരു കാര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഊരും പേരും ഇല്ലാത്ത കുറേ ആൾക്കാരെ നിർത്തിയിരുന്നു. അവസാനം അവർ BJP ആയിരുന്നു. എന്താ കാരണം വെച്ചാൽ ചിഹ്നത്തിലല്ല മത്സരിച്ചത്, സ്വതന്ത്രമായ മത്സരമായിരുന്നു. പക്ഷേ BJP-യോട് ചായ്വുള്ളവരാണ്. അതെല്ലാം കൂടെ കൂട്ടിയാൽ തന്നെ ഒരു 500-നും 600 ഇടയിൽ വരും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 560 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം. അല്ല, കഴിഞ്ഞ തവണ 7,874 സീറ്റുകൾ മത്സരിച്ച അവർക്ക് ഇത്തവണ 19,000 സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. നിസാര കാര്യമല്ലോ. ഇത്തവണ 19,000 സീറ്റുകൾ. കുമാർ, നിങ്ങളുടെ ലക്ഷ്യം 2,000 സീറ്റ് ശരിയാണോ എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞോട്ടെ സാറേ. നിങ്ങൾ ഊഹിച്ചു. ലക്ഷ്യം ഞാൻ പറഞ്ഞ ശേഷം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ ലക്ഷ്യം വെച്ചോണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല സാറേ, ആരും അറിഞ്ഞില്ല. അല്ല, എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. എന്താ കാരണം വെച്ചാൽ വോട്ടെല്ലാം പെട്ടിയിലായി, അതായത് മെഷീനിലായി. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണമെങ്കിൽ മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണിത്. ഇനിയിപ്പം നമ്മൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും പറഞ്ഞാൽ വോട്ടിനെ സ്വാധീനിക്കാൻ പോകും. അല്ലേ? നമ്മൾ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ പറ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് പെർസെൻറ്റേജ് കൂടി. അതെങ്ങനെ കൂടി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശക്തമായ ത്രികോണ മത്സരം. ഞാൻ അതിലേക്ക് വരണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട. എന്താ കാരണം വെച്ചാൽ എനിക്ക് കുമാരനോട് ഒരു യോജിപ്പുള്ള മേഖലയുണ്ട്. എന്താ കാരണം വെച്ചാൽ കോട്ടയം, പത്തനംതിട്ട,
തുടങ്ങിയുള്ള ചില ജില്ലകളിലെ വർദ്ധിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് ചില സൂചനകൾ നൽകുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം കുമാറെ, ഇത് കഴിഞ്ഞിട്ട് വരാം. വേണ്ടത് അങ്ങ് വന്നു കഴിഞ്ഞു. ഇതാ നോക്കുക, 2005 60% LDFന് വലിയൊരു വിജയം ലഭിച്ചിരുന്നു. 2010 75 UDFനാണ് ആ വിജയം ലഭിച്ചത്. 2015 78% ഇതുവരെ പോൾ ചെയ്യപ്പെട്ടത്. ഇതാണ് ജനറൽ. ഇത് നമ്മൾ ജില്ലകളിലേക്ക് പോകും. അത് വളരെ രസകരമായ ഒരു കണക്കാണ്. ജില്ലകളിലേക്ക് വരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ജില്ലകൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പെർസെൻറ്റേജ് വർദ്ധിച്ച ജില്ലകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. വരട്ടെ. നോക്കുക, പോളിംഗ് ശതമാനം കൂടിയ ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ. ശതമാനത്തിൽ നേരിയ വ്യത്യാസം വന്നത് ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്. മലപ്പുറത്തൊക്കെ കുറച്ച് കുറഞ്ഞു, അത് സ്വാഭാവികമാണ്. ഇതിനകത്ത് ചിലത് വായിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ കുമാരനോട് അനുഭാവം. കോട്ടയം, പാലക്കാട്, വയനാടിൻ്റെ ചില ഭാഗങ്ങൾ, ഇടുക്കിയുടെ ചില ഭാഗങ്ങൾ, പത്തനംതിട്ട, കൊല്ലത്തെ ചില ഭാഗങ്ങൾ ഒരു പക്ഷേ ഈ SNDP BJP ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ ഈ വേളയിൽ നമുക്ക് പറയാം. അത് എത്ര കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കുമാറിൻ്റെ പക്ഷം, എനിക്ക് കുമാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ല, സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ കളവ് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പറയാം. രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറിയൊരു സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. ഇത് മുഴുവൻ മറ്റേ SRSൻ്റെ പാർട്ടിക്കിട്ട് അടിച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒഴുകൂർ വെച്ചിട്ട് കിട്ടി, അതുകൊണ്ട് സന്തോഷം, അതാണോ അതെയോ അതിനപ്പുറത്ത് വല്ലതും പോകുന്നുണ്ടോ? അല്ല, എന്തായാലും BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇത്തവണ SNDPയുമായി ചേർന്ന് മത്സരിക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ വ്യത്യാസം വരുമല്ലോ. ഒരു നേരിയ വ്യത്യാസം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ആ വ്യത്യാസം സ്വാഭാവികമായി ബാധിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇടതുപക്ഷ മുന്നണിയാണെന്ന് ഞാൻ പറയില്ല, അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ബാധിക്കാൻ പോകുന്നത്. അതിൻ്റെ ആശങ്കയാണ് അതിൻ്റെ നേതാക്കൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഫാക്ടർ. അതായത് നമ്മൾ ഈ പറഞ്ഞ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വന്ന ക്രമാതീതമായിട്ടുള്ള വർധനവ് ചില ജില്ലകളിൽ പെരുമഴയത്തും അല്ല, ഏതാണ്ട് 3-4 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ല ഒരു മാർജിനൽ ഇൻക്രീസ്. മാത്രമല്ല BJPക്ക് സ്വാധീനമുള്ള ചില ജില്ലകളിൽ പ്രത്യേകിച്ച്, അത് പ്രത്യേകിച്ച് SNDPക്കും സ്വാധീനമുള്ള ജില്ലകളിൽ. അല്ല, അത് ഉണ്ണിത്താൻ പറഞ്ഞ വിലയിരുത്തലിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം അവിടെ ചിലപ്പോൾ ഒരു എഡ്ജ് BJP ഈ പറയുന്ന വെള്ളാപ്പള്ളി സഖ്യത്തിലേക്ക് കുറച്ച് വോട്ടുകൾ അവിടെ ഒഴിവൂർ വിജയൻ താങ്കൾക്ക് ഒരുപക്ഷെ ആ പ്രദേശത്തും ഇതുപോലെ സംഭവിച്ചിരിക്കുന്നു. വേണമെങ്കിൽ കോട്ടയത്ത്, വേണമെങ്കിൽ തിരുവാർപ്പ്, അല്ലെങ്കിൽ ആയിമനം, ഈ കുമരകം, ഇങ്ങനെയൊക്കെയുള്ള പല വൈക്കം. വേണേ കോട്ടയം കാണിച്ചു തരാം, വരട്ടെ. നോക്ക്, കോട്ടയം നോക്ക്, 75 78 എത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. പറയൂ. അല്ല, അത് ഇപ്പോൾ ഇവിടെ വിലയിരുത്തിയത് ശരിയാണ്. പക്ഷെ അത് LDFന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, UDFന്റെ ഭാഗത്തു നിന്നും അത് സാധ്യതയുണ്ട്. ശ്രീ വർഗീസ് സ്റ്റോർ, അതായത് ഒരുപക്ഷെ വളരെ സാങ്കേതികമായിട്ട് ഈ വോട്ടുകൾ മുഴുവൻ LDFൽ നിന്നാണ് പോകുന്നത് പറയുന്നതിൽ ഒരു അപകടമുണ്ടെന്ന് ഞങ്ങളുടെ ചില നിരീക്ഷകർ പറയുന്നുണ്ട്. എന്ത് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഉദാഹരണം പറയാം. ക്രിസ്ത്യൻ മജോറിറ്റി വാർഡാണ് എൻ്റെ വീടുള്ള വാർഡ്. ഇരവേലൂർ പഞ്ചായത്ത് 3-ാം വാർഡ്. അവിടെ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ 17 വോട്ടാണ്. പക്ഷെ ഞാൻ ഇന്നലെ കണ്ട ദൃശ്യം, ഞാൻ SRനോട് ഞങ്ങൾ സ്വീകരണമുറി ഇരുന്ന് പറയായിരുന്നു, ധാരാളം യങ് പീപ്പിൾ BJPക്ക് വേണ്ടി ഇവിടുന്ന് കുറച്ച് മോട്ടോർ സൈക്കിളൊക്കെ സംഘടിപ്പിച്ച് വോട്ടർമാരെ കൊണ്ടുവരാൻ അവർ കാണിച്ച വ്യഗ്രത. ഇവിടെ ഞങ്ങളുടെ ഇന്നലത്തെ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ആ വാർഡിൽ ഒരു 100-120 സീറ്റിലേക്ക് അവർ വർദ്ധിക്കും. സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഈ വാർഡിൽ 1200 പേരാണ്. 800 പേര് വോട്ട് ചെയ്തെന്ന് വെച്ചാൽ അവിടെയുള്ള മുഴുവൻ ആളും വോട്ട് ചെയ്തു. ബാക്കി 400 പേര് ഞങ്ങളുടെ ജില്ലയിലെ സെൻസസ് പ്രകാരം 6 പേരിൽ ഒരാൾ വിദേശത്തോ കേരളത്തിന് പുറത്തോ ആയതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്തു, ജീവിച്ചിരിക്കുന്ന എല്ലാവരും. അതാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അത് സംഭവിച്ചിരിക്കുന്നത് 2 മുന്നണികളെ അത് ബാധിക്കും. 2 മുന്നണിയും. ശ്രീ ഉണ്ണിത്താൻ, അതായത് താങ്കളുടെ ഘടകകക്ഷി നേതാവാണ് പറയുന്നത്, ആന്റണി രാജു, അദ്ദേഹം പറയുന്നു, അതായത് 2 മുന്നണികളെയും. ഓക്കെ, നോക്ക് വയനാട് നോക്ക്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഉണ്ണിത്താൻ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ വസ്തുനിഷ്ഠമായിട്ടൊരു അപകടത്തിന് അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് വേറൊരു സ്റ്റുഡിയോയിലും ഇതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ചെയ്യാൻ പറ്റില്ല. വയനാട്
2010 തന്നെ ബ്രൂട്ടൽ പോളിംഗ് ആയിരുന്നു 80%. 2015 82 നോക്കുക. അങ്ങനെ ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനുള്ള സ്ഥലമൊന്നുമല്ല വയനാട്. പക്ഷെ ആ 82 എന്ന് പറയുന്നത് ഒരുപക്ഷെ BJP വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചതിൻ്റെ സൂചകമാണെന്നും ആ വർധനവ് ആന്റണി രാജു UDF-നെ പ്രതികൂലമായി ബാധിക്കാനൊരു സാധ്യതയുണ്ട് എന്നും നമ്മൾ കാണുന്നു. ഈ വർധനവില് നമ്മൾ കാണേണ്ട ഒരു കുമാരനെ എത്ര ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ തരുന്നു പാർട്ടിയുമായി നോക്കാം. ബന്ധപ്പെട്ടല്ല പറയുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്ന് ചില മേഖലകളിലെങ്കിലും മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന ജില്ലകളിലൊന്നാണ്. അവിടെ ഈ വർധനവ് വളരെ ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ഒരു നല്ല വശമായി കൂടി നമ്മൾ കാണണം. ആന്റണി രാജു ചില സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അല്ലേ? ഇല്ല, പക്ഷേ ഇത് പിന്നെ ഞാൻ പറഞ്ഞത് BJPക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാകാം നേരിയ തോതിൽ. പക്ഷേ രണ്ട് മുന്നണി നേരിയത് അപ്പൊ BJP-യിലേക്ക് വരാം. ഈ നേരിയത് എന്തായിരിക്കാം BJP-ക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒരു പക്ഷേ വരട്ടെ, BJP-യിലേക്ക് സംഭവം. അപ്പൊ BJP നമ്മൾ പറഞ്ഞു 500-നും 600-നും ഇടയിലാണ്. നോക്ക്, കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചത് കുമാറെ 600-ഓ 550 വിചാരിക്കാം. 1000+ നേടിയാൽ പറഞ്ഞു നിൽക്കാം അല്ലേ ഉണ്ണിത്താനെ? പറഞ്ഞു നിൽക്കാൻ നല്ല വലിയ ഗുണമല്ലേ 1000 നേടിയാൽ? അല്ല സാർ, അത് പറ്റില്ല. എന്താ കാരണം വെച്ചാൽ 500 സീറ്റ് 1000 ആക്കിയാൽ കഴിഞ്ഞോടെ 600 നേടി. 600 മത്സരിച്ചപ്പോ ഉണ്ണിത്താൻ 7000 മത്സരിച്ചപ്പോൾ 600 നേടി. 19,000 സീറ്റ് മത്സരിക്കുന്നു. SNDP-യുമായിട്ട് സഖ്യം, അതൊന്നും പോരാ. കേന്ദ്രത്തില് ഭരണം, മോഡി എഫക്ട്, വലിയ ഒരു എന്താ പറയണ്ടേ. നേടിയാലൊന്നും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് കഴിയില്ല. കുമാർ മഞ്ചലിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ ചെറിയ പോലെ ഒന്നല്ല, മഞ്ചലിലുള്ള യാത്ര. എന്റെ ബ്രിട്ടാസേ, ഈ പാലക്കാടടക്കം 7 ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേന്ന് ഞാൻ പാലക്കാടുണ്ട്. ഞാൻ പാലക്കാട് ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് TV ഫ്ലാഷ് ന്യൂസ് വരുന്നത്. വാരണാസിയിൽ 58 സീറ്റിൽ 48 50 തോറ്റു. ആരാ? പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ കസേരയിൽ ഇരുത്താൻ സഹായിച്ച വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് 58-ൽ 50 തോറ്റ വാർത്ത വന്നതിന് അവിടെ റായ്ബറയിൽ അമേഠിയിൽ കോൺഗ്രസ് തോറ്റു. അല്ലല്ല, കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിൽ 40 ഇവിടെ മനസ്സിലാക്കരുത്. കോൺഗ്രസിന് അമേത്തിയിലും ഞങ്ങൾക്ക് 44 സീറ്റല്ല ഇന്ത്യൻ പാർലമെന്റിലുള്ളു. 278 സീറ്റ് കിട്ടി ലോകം ആരാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ തന്റെ മണ്ഡലത്തിലെ വോട്ടർ പെട്ടെന്ന് നോക്കാം. കോൺഗ്രസുമായിട്ടൊന്നല്ല മത്സരം, ഇവിടെ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അല്ല മത്സരം. ചുമ്മാ വല്ലതും പറയാം. തയ്യാറായി നിൽക്കുന്ന ഒരു മുന്നണി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അപ്പോൾ 1000 പറഞ്ഞിരിക്കാൻ പറ്റില്ല. 1000 പറഞ്ഞ 1000 കിട്ടിയാൽ പോരാ. 1500+ ആണെങ്കിൽ SNDP ഗുണം ചെയ്തു എന്ന് പറയാമോ? 1500+ ആണെങ്കിൽ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെങ്കിൽ 19,000 സീറ്റിൽ ഇത്ര കിട്ടിയാൽ പോരല്ലോ. അവര് കേരളം ഭരിക്കാൻ അക്കൗണ്ട് തുറക്കാമെന്ന് പാർട്ടിയല്ലേ. ആന്റണി രാജു ഉണ്ണിത്താനും കണ്ണടച്ചാൽ ഇരുട്ടാവൂലല്ലോ. ഇപ്പൊ വർഗീസ് ജോർജ് അദ്ദേഹം പറഞ്ഞല്ലോ, വളരെ സത്യസന്ധവും നിഷ്പക്ഷവുമായ ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തി. അത് നടത്തിയത് വോട്ടിന്റെ ഒന്നല്ല പറഞ്ഞത്, കുറച്ച് ചെറുപ്പക്കാർ. ഇത് കേരളത്തിലുടനീളം കണ്ട കാര്യങ്ങളാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവരത് അംഗീകരിക്കില്ലെന്നേ ഉള്ളൂ. ഇന്ന് ഏതെങ്കിലും പ്രസ്ഥാനത്തോട് ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ആവേശത്തോടെ ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അത് BJP-ക്കാണ്. അതിന്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. വരും കാലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഒരുപക്ഷെ ചില തിരുത്തലുകൾ, SRS തിരുത്തലുകൾ, ഇവിടെ തിരുത്തലുകൾ വേണം. പക്ഷേ എന്നോട് ശ്രീ വർഗീസ് ജോർജ് യോജിക്കുന്നത് എനിക്കറിയാം. 1000-ൽ താഴെയാണ് എങ്കിൽ വലിയൊരു തിരിച്ചടിയായിരിക്കാം BJP-ക്ക് ലഭിക്കാൻ പോകുന്നത്. രണ്ട് കാര്യം, BJP ബദലല്ല, SNDP ബന്ധം തിരസ്കരിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ ഇതിലൊന്നും സർവത്ര കുഴപ്പമായിരിക്കും. ഇപ്പം തന്നെ എൻ്റെ പൊന്നു കുമാർ, അവിടെ ആ മുരളീധരൻ നിങ്ങളെല്ലാം വെച്ച് പൊറപ്പിക്കുന്നില്ല. ഇനി ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്ഥിതിയായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, MS ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക. മുഴുവൻ താങ്കളൊരു വാചകം പറഞ്ഞു, ബ്രേക്കിന് പോകണം. അതായത് സർവത്ര കുഴപ്പം ഇപ്പം തന്നെ ഉണ്ട്. ആ പറ, എന്തായിരിക്കും? ഏതായാലും ഇവരിപ്പോ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന പാർട്ടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞിടത്തൊന്നും നിന്നാൽ പോരാ. മുഖ്യമന്ത്രിയാകണമെങ്കിൽ കുറച്ചുകൂടെ ഇത് വേണമല്ലോ. പിന്നെ ഇപ്പം അല്ല, ഞാൻ പറഞ്ഞത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നാണ് വിജയം പറഞ്ഞത്. ഒരു ക്വിക്കായിട്ടുള്ള
ഇതാണ് BJPക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില പോസിബിലിറ്റീസ്. അതിൽ ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ശക്തിയോടെ പറയുന്നു 19,000 സീറ്റിന് മുകളിൽ മത്സരിക്കുകയും SNDPയുമായിട്ട് ബന്ധവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ 2000-ന് മുകളിൽ കിട്ടിയാൽ മാത്രമേ പറഞ്ഞു വയ്ക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു ഓക്കെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ തിരുത്തൽ നടത്തുന്നതാണ്. കുമാറും പറയുന്നതുകൊണ്ട് എങ്ങനെ പോയാലും 2000-ന് മുകളിൽ കിട്ടുന്നു, അതുകൊണ്ട് എനിക്ക് പരാതി ഉണ്ടാവില്ല അല്ലേ? ഒരു പരാതിയില്ല. കോർപ്പറേഷനിൽ 6 സീറ്റ് നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞ രണ്ട് കിട്ടും, 6 കിട്ടും. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ 6 സീറ്റ് കിട്ടിയ കാലത്തെ പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു. ഇന്ന് രാത്രിയും കൂടി ഉറങ്ങിക്കോട്ടെ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിന്റെ ജനവിധിയുടെ ചിത്രം അനാവരണം ചെയ്യപ്പെടും. അതിനു മുമ്പ് ഈ ജനവിധി ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ള ആ നിഗമനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. SNDP ഫാക്ടർ, നമ്മൾ എന്ത് പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു ഫാക്ടർ SNDP ആണ്. SNDP മത്സരിക്കുന്ന സീറ്റുകൾ കുമാര, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. അവിടുന്ന് ഇവിടുന്ന് ശ്രമഫലമായിട്ട് ഞാൻ ശേഖരിച്ചതാണ്. താങ്കൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തം തരണം. 1500ഓളം സീറ്റുകളിലാണ് SNDP മത്സരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ മത്സരിക്കുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തതയില്ല. എന്നാ കാരണം വെച്ചാൽ SNDPക്കാർ തന്നെ താമരയിൽ മത്സരിക്കുന്നവരുണ്ട്, താമര ഇല്ലാതെ മത്സരിക്കുന്നവരുണ്ട്, പല രൂപത്തിലും കോലത്തിലും മത്സരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടി SNDPയോട് അലീജിയൻസ് ഉണ്ട് എന്ന് തരുന്ന 1500 പേരാണ്. തിരക്കുണ്ടോ സാറേ? അത്രയും കൃത്യമായിട്ട് അറിയില്ലേ? എന്താ ഒരു ഡിറ്റാച്ച്മെന്റ്? അല്ലല്ല, താമര ചിഹ്നത്തിൽ മത്സരിച്ചവരൊക്കെ SNDPക്കാരാണെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട്. എത്രയോ പേര് താമര SNDP പ്രവർത്തകർ, SNDP ശാഖകളിൽ പ്രവർത്തിക്കുന്ന BJPക്കാരാണ് അവർ. ഒരു സെക്കൻഡ്, SNDPയുമായിട്ടും NSSുമായും ഒക്കെ ബന്ധമുള്ള നിരവധി പേർ BJPയിലുണ്ട്. അവരൊക്കെ സ്ഥാനാർത്ഥികളാകാറുണ്ട്. അതായത് മാത്രമല്ലല്ലോ, ഞാനും കുമാറും തമ്മിൽ ഒരു തർക്കത്തിന് ഒരിക്കലും സാധ്യതയില്ല. ഞങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പറയാം, എല്ലാം സാർ തർക്കിക്കില്ലല്ലോ. അതായത് പല സ്ഥാനാർത്ഥികളോടും SNDPക്കാർ പറഞ്ഞത്, നിങ്ങൾ BJPയുടെ വോട്ട് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ BJP ചിഹ്നം എടുത്തോളൂ. ഓരോ മണ്ഡലത്തിൻ്റെയും ഗതിയും ഭൂമിശാസ്ത്രവും ഒക്കെ അനുസരിച്ചാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ തന്നെ ആ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ SNDPയുടെ ഞാൻ ഗ്യാർണർ ചെയ്ത ഡീറ്റെയിൽസ് പ്രകാരം ശ്രീ വർഗീസ് ജോർജ് 1500ഓളം സീറ്റുകളിലാണ് SNDP മത്സരിക്കുന്നത്. 1500 അല്ല, കണക്ക് ഇതുവരെ കോൺടാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ആരും അത് എതിർത്ത് പറഞ്ഞിട്ടില്ല. 500+ നേടിയാൽ ഉണ്ണിത്താൻ വെള്ളാപ്പള്ളി പാർട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല ഇല്ലേ? അല്ല, പാർട്ടി എന്തായാലും പുള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനിപ്പോ 500 വേണ്ടല്ലോ. ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ പുള്ളി പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ 1500 എന്ന് പറഞ്ഞാല് ഇത് തുടക്കത്തിലെ ക്ലിക്ക് ചെയ്തില്ല. എന്നാ അറിയാവും? കാരണം നല്ലൊരു ബ്രില്യൻ സോഷ്യൽ കോയലീഷൻ അവർ ഉദ്ദേശിച്ചത്. BJP ഹൈകാസ്റ്റ്, SNDP ബാക്ക്വേർഡ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഹൈകാസ്റ്റും ബാക്ക്വേർഡ്. പക്ഷേ ഈ രണ്ടിടത്തും ഉണ്ടായ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. BJPക്ക് ആഭ്യന്തരമായിട്ട് അതിനുള്ള എതിർപ്പ്, ഈ കേന്ദ്ര തീരുമാനം അടിച്ചേൽപ്പിച്ചുള്ള എതിർപ്പ് ഒന്ന്. അതുകൊണ്ട് അത് മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിച്ചില്ല ശരിയായ രീതിയിൽ. ഉണ്ണിത്താന്റെ മനസ്സിലുള്ള പറയാൻ വന്നതുപോലെ, അതായത് ഈ പറഞ്ഞ SNDP ബന്ധം വന്നപ്പോൾ BJPയെ പരമ്പരാഗതമായി സഹായിച്ചുകൊണ്ടിരുന്ന നായന്മാരെല്ലാം BJPയോട് താങ്കളല്ല അപ്പുറത്തെടുത്ത ഉണ്ണിത്താൻ പറയാൻ വേണ്ടി നാവെടുത്ത് അതാ ഞാൻ പറഞ്ഞു. ഉണ്ണിത്താൻ ശരിയല്ലേ താങ്കൾ? അല്ല ബ്രിട്ടീഷ് ആ ക്രൂഷ്യൽ ടൈമിലാണ് ഭഗവത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്, സംവരണം റിവ്യൂ ചെയ്യണമെന്നുള്ളത്. പിന്നെ പെരുമഴ അതോടുകൂടിയാണ് ഡിമോളിഷ്. സംവരണത്തിന്റെ കാര്യത്തിൽ VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നേ. അതിനെ നഖശികാന്തം BJP എതിർത്തില്ലേ? പിന്നെ അങ്ങനെ ഇവർ തമ്മിൽ യോജിക്കുന്നേ? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്ത BJPയും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ SNDPയും തമ്മിൽ ഇവിടെ അങ്ങനെ രാഷ്ട്രീയ സൗഹൃദം ഉണ്ടാക്കും? സാധ്യമല്ല. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ പട്ടികജാതി പട്ടികവർഗ മുഖ്യമന്ത്രി എപ്പോഴും അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് അദ്ദേഹം പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും പേര് കുമാരനെ ക്ഷീണിപ്പിക്കരുത്. ഞാൻ കുമാരനെ പക്ഷേ ഒരു വാർത്ത തരട്ടെ. അതായത് ഇന്നലെ ഒരുപാട് എക്സിറ്റ് പോളുകൾ ബീഹാറിനെ കുറിച്ച് വന്നു. ഇന്നൊരു എക്സിറ്റ് പോള് NDTVയുടെ നിന്ന് പുറത്തു വന്നു. ആ NDTVയുടെ എക്സിറ്റ് പോൾ പ്രകാരം BJP അധികാരത്തിലേക്ക് വരുവാണ്.
ബീഹാർ. NDTV ഇവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 2 എക്സിറ്റ് പോൾ കൃത്യമായി പ്രവചിച്ച ചാണക്യ. ചാണക്യ. ഓക്കെ. അവര് പറഞ്ഞല്ലോ, നിങ്ങൾ അപ്പൊ അതിനെ വിട്ടിട്ട് ഇവിടെ ബാക്കിയുള്ളവരെ ഒന്ന് പ്രവചിക്കുക. SNDP എത്ര കിട്ടും? ആ ഞായറാഴ്ച പ്രവചനം വൈകിട്ട് വരെ ചാണക്യെ പിടിച്ചിരുന്നു കുമാറെ. എത്ര ഞായറാഴ്ച രാത്രി SNDPക്ക് എത്ര? SNDPക്ക് എത്ര? അങ്ങനെ പറയാനറിയില്ല. പറ്റില്ല. ആനണി രാജു 1000-ന് താഴെ അല്ല, പിന്നെ ഒരു 500-ന് താഴെ ഉണ്ടാവുള്ളൂ. 500 താഴെ ഉണ്ടാവുള്ളൂ. 500-ന് താഴെ ഉണ്ടാവുള്ളൂ. 250 താഴെയാണെങ്കിൽ ഈ പരീക്ഷണം പൊളിഞ്ഞു എന്ന് ശ്രീ വർഗീസ് സാറെ പറയാൻ പറ്റുമോ? അതിപ്പോഴേ പൊളിഞ്ഞല്ലോ. പൊളിഞ്ഞു. അതിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ലല്ലോ. SNDP BJP അലയൻസ് സസ്റ്റെയിൻ ചെയ്തില്ലല്ലോ. ജോർജ് അല്ല, സാറെ ഇനി വേറൊരു കാര്യം പറയാം. SNDPയും പറഞ്ഞിട്ടുണ്ട്, BJPയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തമ്മിൽ യാതൊരു ഐക്യമില്ലെന്നുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പരീക്ഷണം അല്ല ബ്രിട്ടാസ് ഈ പരീക്ഷണം പൊളിഞ്ഞു എന്നുള്ളത് പരസ്യമായി 2 കൂട്ടർ സംഭവിച്ചിട്ടുണ്ട്. BJP പറയുന്നുണ്ട് SNDP ആയിട്ട് ഐക്യമുണ്ടെന്നില്ല. രാഷ്ട്രീയ പാർട്ടിയല്ലോ, SNDPയുമായി ഐക്യമുണ്ടോ? SNDP KPMS തുടങ്ങിയുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ BJPയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പില് സംബന്ധവും ബാന്ധവും കൂടിയാണ് മത്സരിച്ചത്. തർക്കമില്ല. അത് വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. മാത്രമല്ല, കുമാർ അങ്ങനെയൊന്നും കള്ളം പറയുന്ന ആളല്ല. SNDPയും BJPയും കൂടെ ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിന് തർക്കമൊന്നുമില്ല. ഒഴുവൂർ വിജയൻ സാറേ, എത്ര കിട്ടും SNDPക്ക്? SNDPക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 300 സീറ്റ് വരെ കിട്ടാം. അത് വലിയ വിജയമാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആദ്യം അവരുടെ ഒരു വരവെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വലിയ ഒരു ബഹളത്തിലാണ്. വീരശൂര പരാക്രമി ജഗജില്ല കില്ലാടി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെയുള്ളൊരു നിലയിൽ ഇങ്ങനെ വന്നിട്ട് മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറയാവുന്ന ഒരവസ്ഥ ഉണ്ടായി. SNDP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, SNDP എന്ന് പറയുമ്പോൾ മൊത്തം ഇഴവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. അതുപോലെ ഇവർക്കും ഈ പശു ഒത്തിരി വേല ഇവർക്കിട്ട് വെച്ചു. പശു കണ്ടമാനം തൊഴിച്ചു ഇവർക്കിട്ട്. അതിൻ്റെതായ ഒരു ക്ഷീണം ഇവർക്കും വന്നിട്ടുണ്ട്. അത് കൃത്യം കേരളത്തിലാണ് വന്നു പെട്ടത്. കാര്യം ഇവര് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരും ഉണ്ട്. ബീഫ് കഴിച്ചിട്ട് ഉള്ളിയാണ് കഴിച്ചതെന്ന് പറഞ്ഞവരും ഉള്ളിയാണെന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായി. അതായാലും ഈ പശു ഹാപ്പിയാണ്. അല്ലല്ല, പശുവിനെ കൊല്ലരുത്. അല്ല, അതുകൊണ്ട് പശു നമ്മുടെ ഒരു സംരക്ഷണത്തിലാണ്. ഇവിടെ ബീഫ് കഴിക്കുന്നതിന് ഇദ്ദേഹം കഴിക്കാം. ഇല്ല, ഞാൻ ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും കഴിച്ചോട്ടെ. ഇപ്പൊ ആർക്കാ വിരോധം? ഞാൻ ഞായറാഴ്ച പറഞ്ഞോ ഞായറാഴ്ച കഴിക്കുന്നത്. ഞായറാഴ്ച മാത്രമേ എല്ലാ ദിവസവും കഴിച്ചോട്ടെ. എന്തിനാ ഞായറാഴ്ച ആക്കണം? ശരി, ഇതാണ് SNDPയുടെ ഫാക്ടർ. ഇതാണ്. അതായത് ഇനി ഇത് ചെറിയ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചില ആൾക്കാരുടെ അതിജീവനം നോക്കണം. അതിൽ ഈ മലപ്പുറത്തേക്ക് ഈ റിബൽ എന്നുള്ള ഘടകത്തേക്ക് പോകണം. റിബൽ ഈ തെരഞ്ഞെടുപ്പിൽ റിബൽ എങ്ങനെ ബാധിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റിബൽ കേരളത്തിൽ ഉടനീളം ഒരുപക്ഷെ UDFന്റെ സാധ്യതകളെ ഒരുപക്ഷെ മങ്ങലേൽപ്പിക്കാൻ വഴിവെക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം റിബലായിരിക്കും. ഇപ്രാവശ്യം അപൂർവമായെങ്കിലും LDFലും റിബൽ ഉണ്ടായിരുന്നു. ഉണ്ട്. അത് പറയാം, എല്ലാം പറയാം. മുൻകാലങ്ങളിൽ ഇല്ലാത്ത പോലെ മലപ്പുറം ജില്ലയിൽ 24 പഞ്ചായത്തുകളിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ. കഴിഞ്ഞ തവണ 10-ൽ താഴെ മാത്രം. നേരിട്ട് മത്സരിക്കുന്നത് 456 സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്നത്. അടുത്ത് കൊണ്ടോട്ടി നഗരസഭയിലും ലീഗ് കോൺഗ്രസ് മത്സരം. വെട്ടത്തൂരിൽ 13 കോൺഗ്രസ് സീറ്റിൽ ലീഗിന്റെ വിമത. ഇതാണ് അനൗദ്യോഗിക വിമതന്മാർ എന്ന സ്ഥാനാർത്ഥികൾ. അടുത്ത് 11 കുമാറേ, ഇതാ ഒന്നും ഞങ്ങൾ മറച്ചു വെക്കില്ല കേട്ടോ, നിഷ്പക്ഷമാണ്. CPM CPI മത്സരം. ഇതിലെ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, CPMന്റെ റബലുകളും ഉണ്ട്. ലീഗിനെതിരെ ജനകീയ ഐക്യമുന്നണി. അടുത്ത് ലീഗ് കോൺഗ്രസ് മത്സര വാർഡുകളിൽ ലീഗിന് വെൽഫെയർ പാർട്ടി SDPI സഖ്യം. അടുത്ത് മാറഞ്ചേരി കീഴാറ്റൂർ പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിക്കും UDFനും ഒരേ സ്ഥാനാർത്ഥി. ജോർജ് സാറെ നോക്കണം. ഒരു കാര്യം പറഞ്ഞു വെച്ചു. യൂത്ത് ഒന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. അല്ല, LDFും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള വരും സാറേ ഉണ്ടെങ്കിൽ. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ പെരിന്തൽമണ്ണയിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ. ഓക്കെ. അടുത്ത് പൂക്കോട്ടൂരിൽ BJPക്ക് കെട്ടിവെക്കാൻ പണം നൽകിയത് MSF നേതാവ്. വിദ്യാർത്ഥി നേതാവ്. ഇതൊക്കെ ജന്മഭൂമി പത്രത്തിൽ വന്ന കേട്ടോ. അത് ഞാൻ ഇനി വേറെ പത്രം എന്ന് പറയരുത്. അടുത്ത് ഇതാണ് മലപ്പുറം. ഇനി പൊതുവെ മറ്റു ജില്ലകളിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇനി താങ്കൾ പറഞ്ഞൊരു കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വെൽഫെയർ പാർട്ടിയും മാർക്സ് പാർട്ടിയും കൂടെ ചേർന്ന് ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥിയെ SRS നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു.
മലബാറിൽ എനിക്ക് കൃത്യമായ പഞ്ചായത്തും പേരും പറയാനില്ല. ഓക്കെ ഈ മറ്റേ നുണ പറയുന്നതിന് ഒരു കുമാർ തോണ പറയില്ല. ചുമ്മാ പറയല്ലേ കുമാറല്ല അല്ലല്ല കുമാറല്ല കുമാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നു ബി ജെ പിക്കാര് അല്ലല്ല BJP-ക്കാര് പറയും. വെറുതെ പറയും ഉണ്ടങ്ങനെ വെൽഫെയർ നമ്മുടെ സമയം നമ്മുടെ സമയം അല്ലല്ല സാർ പറഞ്ഞോണ്ട് ഞാൻ പറയാ അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി LDF-കാർ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്, അവരുടെ സ്ഥാനാർത്ഥിയാണെന്ന് അവകാശപ്പെട്ടുണ്ട്. അതേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വെൽഫെയർകാരും പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സെക്കൻഡ് അല്ല ഈ സംഭവം എനിക്കറിയാം എവിടെയാണെന്നറിയോ? ഈ സമയം എന്റെ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ അതായത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അത് അങ്ങനെയല്ല. ഞാൻ അത് യഥാർത്ഥത്തിൽ CPM ഒരു സ്ത്രീയെ പ്രഖ്യാപിച്ചു. ആ സ്ത്രീയുടെ വേറൊരു മകൻ STPയുടെ എന്തൊരു പിന്നെ ബന്ധത്തിലുള്ളതാണ്. അവരിവരോട് ചോദിക്കാതെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു. അവരത് പരസ്യമായിട്ട് ആ പിന്തുണ വേണ്ടതില്ലെന്നും പറഞ്ഞു. അത് ഞാൻ വിശദീകരിച്ചു തരാം. ഇത് കണ്ണൂർ ജില്ലയിലെ പരിയാരത്താണ്. നുണ പറഞ്ഞല്ല, വാർത്ത വന്ന് തന്നെ. ഒരു മിനിറ്റ് കൂടി നമുക്കുള്ളൂ. SRS ഒരു മിനിറ്റ്. ഉണ്ണിത്താൻ, എനിക്ക് ഒറ്റ ചോദ്യം. പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ എറണാകുളം, ഇതൊക്കെ ഒരുപക്ഷെ റിബൽ ശല്യം കൊണ്ട് കോൺഗ്രസ് നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ എറണാകുളത്ത് പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കൽ, ആ മഹാകവി ജി.ശങ്കര കുറുപ്പിന്റെ പേരക്കിടാവിനെ ഇങ്ങനെ നിങ്ങൾ ചതിക്കാൻ പാടില്ല. അല്ല, പിന്നെ എറണാകുളത്ത് ഭദ്രയ്ക്കാണ് സീറ്റ് കൊടുക്കാതിരുന്നത്. സ്വാഭാവികമായി ഇപ്പൊ 53% സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ജനറൽ വാർഡിൽ കൂടി സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ല, അത് തർക്കമില്ല, ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എറണാകുളത്തെ കോർപ്പറേഷനിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അവിടെ എത്ര റിബലുകൾ വന്നാലും ആ റിബലുകളുടെ സീറ്റുകൾ റിബൽ ജയിക്കട്ടെ, അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നണി ജയിക്കട്ടെ, എന്നാലും എറണാകുളം കോർപ്പറേഷന്റെ, കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം UDF-ന് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാൻ ബെറ്റ് കെട്ടാൻ തയ്യാറാണ്. ബെറ്റ് ഓക്കെ. ആ ബെറ്റ് ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ശേഷം വേണം വെക്കാം. എന്താ കാരണം വെച്ചാൽ ചൂതാട്ട നിയമപ്രകാരം നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഇത്തരമുള്ള ബെറ്റുകൾ പ്രോത്സാഹിപ്പിക്കരുതെന്നതിനോട് പല ആൾക്കാരും പറയുന്നുണ്ട്. മണിക്കൂറുകൾ മാത്രമേ ഒരുപക്ഷെ ഈ ജനവിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. സത്യം പറയേണ്ട സമയമാണ്. ഈ ഷോയിൽ സത്യം പറയാൻ മടിച്ചവർ വേണമെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ സത്യം പറയാം, മനസ്സ് തുറക്കാം. നാളെ 7 മണി മുതൽ, നാളെ പുലർച്ചെ മുതൽ പീപ്പിൾ TV തത്സമയം എല്ലാ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് പകർന്നു നൽകും. ഒപ്പം ഞാനും ഉണ്ടാകും, ഇവിടെ ഇരിക്കുന്നവരുണ്ടാകും. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.